അയ്യോ എനിക്ക് അടിച്ചു നോക്കിയിട്ടൊക്കെ എന്താ കാര്യം? എല്ലാം പോയില്ലേ? എന്നാൽ എന്റെ ആശക്കുട്ടി എന്നോട് ഇത് ചെയ്തല്ലോ. അയ്യോ ഞാനിതെങ്ങനെ സഹിക്കട്ടെ ദൈവമേ. ഇവളത് എന്താന്നിട്ട് ആ ചെക്കൻ്റെ കൂടെ പോയേ? പറഞ്ഞിട്ട് കാര്യമില്ല. 1 വർഷമായിട്ട് ആശാമോൾക്ക് ചൊവ്വാദോഷമാണ്. നീ വല്ല ചൊവ്വയും പിടിച്ചു കൊണ്ടുപോയിണ്ടോ? ഇവിടെ ഈ CCTV ക്യാമറ ഒക്കെ ഉള്ളപ്പോ ഇവിടെ എങ്ങനെയല്ല അവരുടെ കണ്ണും കെട്ടിച്ചു പോയെന്ന് ഞാൻ ആലോചിക്കുന്നത്. DVR തന്നെ എടുത്തുകൊണ്ടുപോയിരിക്കുക. പിന്നെ കഥ പറയണത് നീ മെയിനായിരുന്നല്ലേ അവിടെ? ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങാത്ത കുട്ടിയായിരുന്നു അവള്. ബ്യൂട്ടി പാർലറിൽ നിന്ന് ഇറങ്ങാത്ത മുട്ടിയായിരുന്നു എന്ന് പറഞ്ഞു. പറഞ്ഞിട്ട് എന്താ കാര്യം? ദൈവാനുഗ്രഹം തീരെ ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ പറഞ്ഞ് അമ്മ അത് ദൈവത്തിന്റെ തലയിൽ കൊണ്ടിട്ടോ. ആത്മാക്കളും മോഷം കിട്ടാതെ അറിഞ്ഞിരിഞ്ഞ് നടക്കുമ്പോഴാ ഇങ്ങനെയൊക്കെ ഉണ്ടാവുക. ഈ വീടിന്റെ ദർശനം പടിഞ്ഞാട്ടാക്കിയപ്പോ അമ്മേ പറഞ്ഞതാ തെക്കോട്ടാക്കാൻ. പറഞ്ഞത് കേക്കണ്ടേ? അതൊന്നല്ല ഇപ്പോഴത്തെ പ്രശ്നത്തിന് കാരണം. ആ അടുക്കള കിഴക്കോട്ടാക്കിയതാ. എത്ര കാലമായിട്ട് പറഞ്ഞതാ ആ കന്നിക്കോളിൽ വെക്കണ മാവ് വെട്ടികളെ. എല്ലാരും എന്റെ കൊമ്പൊക്കെ പണിക്കന്മാരല്ലേ ഇവിടെ. വെല്ലിശൊന്നും മിണ്ടാനെന്താ വെല്ലിശ? ഇവിടെ ഒരാള് വിഷമിച്ചിരിക്കുമ്പോഴാ ഈ കന്നിക്കോണും കോപ്പൊക്കെ പറയണത്. ആ കിണറ് കുത്തിയപ്പോ ഞാൻ അന്നേ പറഞ്ഞതാ അതിന്റെ സ്ഥാനം ശരിയല്ലാന്ന്. അത് അങ്ങോട്ട് മുട്ടുക, എന്നിട്ട് കിഴക്കിയ ഭാഗത്താ കിണറ് കുത്തുക. എല്ലാത്തിനും ഒരു പരിഹാരമാവും. നിങ്ങളെ എന്തൊട്ട എപ്പോഴും കഥ പറഞ്ഞിരിക്കണേ? ഒരു ജ്യോതിഷിയുടെ പെണ്ണ വിളിച്ചോടി പോയിരിക്കണത്. നിങ്ങൾ എത്ര സ്ഥാനം നോക്കി ഇനി കിണർ കുത്തിയാലും ആ പോയ പെണ്ണിന്റെ ദാഹം തീരണമെങ്കിൽ നിങ്ങളുടെ ഈ കിണറ്റിൽ വെള്ളം കുടിച്ചാൽ പറ്റുമോ? അതിനാ പോയ ചെക്കന്റെ തീട്ടമണുള്ള ആ ഉപ്പുരസം തന്നെ വേണ്ടേ? കഥ പറഞ്ഞിരിക്കണ. ഇനിയിപ്പോ എന്താ ചെയ്യാ? ചെയ്യാനൊന്നുമില്ല. അവനെ പിടിച്ചോടുന്നവന്റെ കയ്യും കാലും തല്ലിയൊടിക്കണോ? അത്ര തന്നെ. അവിടെ ആ കവലയില് പറഞ്ഞ കേട്ടു അവളെയും കൊണ്ട് ആ ചെക്കൻ പറക്കണ പറയണേ. വീട് ഒന്ന് വീട് പൂർച്ച, അവരിപ്പോ ഇവിടെ എത്തും. ഒന്ന് വേഗം വീട്. പമ്പെത്തിക്കോട്ടെ, പമ്പെത്തിക്കോട്ടെ. പമ്പെത്തുന്ന വരെ സമയം അവിടെ എത്ര വേണ്ടു? പമ്പെത്ത വേണ്ടു.